നമസ്കാരം. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ കാലം പടിയിറങ്ങുകയാണ്. മാസപ്പിറവിക്കായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് മാസപ്പിറവി ദർശിച്ചാൽ കേരളത്തിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. അല്ലെങ്കിൽ 30 നോമ്പും പൂർത്തിയാക്കി മറ്റന്നാളാകും ചെറിയ പെരുന്നാൾ. പെരുന്നാൾ പിറ ദർശിക്കുന്നതിനായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പെരുന്നാൾ വിശേഷങ്ങളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. പെരുന്നാൾ പിറകാത്ത്. ചെറിയ പെരുന്നാൾ മാസപ്പിറവി കാത്തിരിക്കുമ്പോൾ പെരുന്നാളിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ എല്ലായിടങ്ങളിൽ നിന്നും ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന്, ഗ്രാൻഡ് മസ്ജിദ് ഷഹദ് റഹ്മാനുണ്ട്, കടലുണ്ടിയിൽ നിന്ന് കോർണിഷ് മസ്ജിദിൽ സമീർ ബിൻ കരീം, അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ദീപക് ധർമ്മടത്തിലേക്കാണ്, കോഴിക്കോട് ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന്. ദീപക്, നമസ്കാരം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയം മാത്രമേ സൂര്യാസ്തമയത്തിനുള്ളൂ, അല്പനിമിഷങ്ങൾ മാത്രമെന്ന് പറയാം. സൂര്യാസ്തമയം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാസപ്പിറവി കാണാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞോ? അക്ഷരാർത്ഥത്തിൽ ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവുമായുള്ള ഒരു റമദാൻ മാസക്കാലം. ഇന്ന് റമദാൻ 29 ഒരുപക്ഷെ ഇന്ന് ചന്ദ്രമാസ പിറവി, ഷവ്വാൽ മാസ പിറവി കാണുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്രാൻഡ് മസ്ജിദിലാണ്. കേരളത്തിലെ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ്. ആ മസ്ജിദിൽ നിന്നാണ് നമ്മുടെ പെരുന്നാൾ പിറവിക്കുള്ള കാത്തിരിപ്പിൻ്റെ ഈ 24 ഷോ ആരംഭിക്കുന്നത്. ഈ വേളയിൽ നമ്മളോടൊപ്പം ഈ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ചീഫ് ഇമാം അബ്ദുൾ ഹക്കീം അസ്കരി ചേരുന്നുണ്ട്. അതിനു മുമ്പ് മസ്ജിദിനെ കുറിച്ച് കൂടി കുറച്ച് പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വലിയ ഒരു മതകേന്ദ്രം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു തീർത്ഥാടന കേന്ദ്രം ഇവിടെ പണിത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ 29 നോമ്പ് തുറയ്ക്ക് വേണ്ടി വിശ്വാസികൾ വ്രതമനുഷ്ഠിച്ച് കാത്തിരിക്കുന്ന കാഴ്ചയാണ്. ഇതിനേക്കാൾ ഏറെ പേരാണ് പല ദിവസങ്ങളിലും ഇവിടെ എത്തുക. കാരണം ഇന്ന് സാധാരണഗതിയിൽ പെരുന്നാൾ ആവുന്നത് കൊണ്ട് വീട്ടിലേക്ക് ആൾക്കാർ കൂടുതൽ പോകും. ഈ വേളയിൽ നമ്മളോടൊപ്പം ഈ ഗ്രാൻഡ് മസ്ജിദിന്റെ ചീഫ് ഇമാം ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്കരി ചേരുകയാണ്. ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ ഇൻ അഡ്വാൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രാൻഡ് മസ്ജിദിൽ വെച്ച് ഇത്രയും വലിയൊരു പെരുന്നാൾ പിറവിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്തൊക്കെയാണ്? പെരുന്നാൾ നിസ്കാരം നടക്കേണ്ടത് വലിയ മസ്ജിദിലാണ് എന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അങ്ങനെയുള്ളൊരു മസ്ജിദ് ഇല്ലാത്തൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷം ഇത് 2ാമത്തെ വർഷമാണ്. അപ്പോൾ നോമ്പിന് 1 മുതൽ ആരംഭിച്ച ഈ ഇഫ്താറിൽ നിത്യേന 2000-ലേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പെരുന്നാളിന് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ അവരെ എന്തു കൊടുത്താണ് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഒരു മാസക്കാലം ആത്മനവീകരണത്തിൻ്റെതാണ്. ഒപ്പം തന്നെ ഈ പട്ടിണി, ദാരിദ്ര്യമൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ഫിലോസഫിയും ഈ നോമ്പുകാലത്തുണ്ടല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് അങ്ങ്? ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ, സമ്പത്തൊരിക്കലും കുന്നുകൂടാൻ പാടില്ല, അത് ജനങ്ങളിലേക്ക് പരന്നൊഴുകണം. അപ്പോഴാണ് സാമ്പത്തിക സർക്കുലേഷൻ നടക്കുകയുള്ളൂ, നാട്ടിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഫിത്ർ സക്കാത്ത് പോലും പഠിപ്പിക്കുന്നത് അതാണ്. പെരുന്നാൾ ദിവസം ആരും കൈനീട്ടരുത്, എല്ലാവരും സന്തോഷിക്കണം. അപ്പോൾ നാട്ടിലെ ജനങ്ങൾ കഴിക്കുന്ന മുഖ്യാഹാരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നും അത് ഈ നാട്ടിലുള്ള ഈ ദരിദ്രരായ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു പോളിസിയാണത്. അതിനു പുറമെ സക്കാത്തിനും കൂടുതൽ ആളുകൾ സമയം കണ്ടെത്തുന്നത് റമസാൻ മാസമാണ്. സക്കാത്ത് വർഷത്തിൽ എല്ലാ സമയത്തും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും റമദാൻ മാസത്തിൽ കൂടുതൽ കൂലി കിട്ടുന്നത് കൊണ്ട് ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ അല്ലെങ്കിൽ ദരിദ്രരായ ഒരാൾ എന്ന് പറയുന്ന നാട്ടിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ഇവിടെ ഖലീഫ 2ാം ഖലീഫയുടെ കാലമായപ്പോഴേക്ക് തന്നെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു സ്ഥിതി ലോകത്ത് വന്നത് ഈ ഒരു സിസ്റ്റം കൊണ്ടാണ്. പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ലോകത്ത് വന്നപ്പോഴാണ് വീണ്ടും ദാരിദ്ര്യം നാട്ടിൽ കൊടികുത്തി വാഴുന്നത്. ഇപ്പോൾ ലാഭനഷ്ടങ്ങളിൽ കൂറായി പരസ്പരം എല്ലാവരും പങ്കിട്ടു പോകുന്ന ഒരു രീതി ഇവിടെ നിലനിൽക്കുമ്പോഴും ഈ വേളയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തെ വിശ്വാസികൾ കാത്തു നിൽക്കുന്നത് ഇന്ന് മാസപ്പിറവി കാണുമോ എന്നുള്ളതാണ്, ഷവ്വാൽ മാസപ്പിറവി കാണുമോ എന്നുള്ളതാണ്. അങ്ങേക്ക് എന്താ തോന്നുന്നത്? മാസം 29 ആകുമ്പോൾ അതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്.
കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. സാധ്യത എന്ന് പറഞ്ഞാൽ 50-50 കണ്ടാൽ നോമ്പാകും, ഇല്ലെങ്കിൽ നോമ്പാകൂല. 30 നോമ്പ് പൂർത്തിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അതാണ്. 30 ദിവസം പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഒരു പെർഫെക്റ്റ്, ഒരു മാസത്തിൻ്റെ ഒരു സമ്പൂർണമായ ഒരു നോമ്പ് കിട്ടുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഒരു വർഷം 29 വന്നാൽ പിന്നെ ഒരു 30 വരും. അങ്ങനെയാണ് പൊതുവെ. ഈ മാസം എന്ന് പറയുന്നത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടാലും കാർമേഘം മൂടുന്നത് കൊണ്ടോ മറ്റോ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മാസം കണ്ടതായി പ്രഖ്യാപിക്കുകയില്ല. താങ്ക് യു. തിരക്കിനിടയിലും തത്സമയം നമ്മുടെ ഈ ഷോയിലെ ആദ്യത്തെ ചാറ്റ് ഹക്കീം ഡോക്ടറുമായിട്ടാണ്, ഹക്കീം ഉസ്താദുമായിട്ടാണ്. സ്മിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെരുന്നാളിൻ്റെ ആഘോഷം വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ആഘോഷത്തിനൊപ്പമുള്ള വലിയൊരു തയ്യാറെടുപ്പുണ്ട്. അതിൽ കുറേ നന്മയുടെ അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് ഈ സമൂഹ നോമ്പ് തുറയോ ഇതുമാത്രമല്ല, ഒരുപാട് പാവങ്ങളെ സഹായിക്കൽ, അതുപോലെ തന്നെ രോഗികളെ സഹായിക്കൽ, ഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ലാത്തവർക്ക് അങ്ങോട്ട് ഏറ്റവും നല്ല ഭക്ഷണം നൽകൽ, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇസ്ലാം ഈ റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടി വിശ്വാസികളോട് പറയുന്നു. നമുക്ക് കാണാം ഇവിടെ ഈ ദൃശ്യങ്ങളിൽ രാജേഷ് വല്ലരിക്കൊണ്ട് ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം നൂറുകണക്കിന് വിശ്വാസികൾ വ്രതം നോറ്റ് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നതാണ്. ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന വിശ്വാസികളെ കാണാം. ഇതൊരു സാഹോദര്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം കൂടി നൽകലാണ്. നമുക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള തത്സമയത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ കടലുണ്ടിയിൽ നിന്നും ഷഹദ് റഹ്മാനുണ്ട്, അതുപോലെ തന്നെ കാപ്പാട് നിന്നും അഭിജിത്ത് ഉണ്ട്, അതുപോലെ പാണക്കാട് നിന്നും നമ്മുടെ സമീർ ബിൻ കരീമുണ്ട്. ആദ്യത്തെ ലൈവിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഏറ്റവും വലിയ. താങ്ക് യു ദീപക്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ നന്മയുടെ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ദീപക് ധർമ്മടമാണ് ചേർന്നത്. ഇനി കടലുണ്ടി കോർണിഷ് മസ്ജിദിൽ നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഷഹദ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഇന്ന് 29-ാം നാളാണ് റമദാൻ്റെ. ഇന്ന് ഒരു പക്ഷേ കാർമേഘങ്ങളില്ല, തെളിഞ്ഞ ആകാശമായതുകൊണ്ട് കൊണ്ട് തന്നെ അല്പസമയത്തിനകം പിറവി കണ്ടേക്കാം പെരുന്നാൾ. പക്ഷേ ഇനി കണ്ടില്ലെങ്കിൽ തന്നെ നാളെ 30-ാം നാൾ, അത് പൂർത്തിയാക്കിയതിനു ശേഷം മറ്റന്നാളാകും ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ പെരുന്നാൾ വരിക, ചെറിയ പെരുന്നാൾ വരിക എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താണ്? ഒരുപാട് പേരിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. കാരണം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ന് 29ാമത്തെ നോൽമ്പാണ്. നാളെ ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെ ചെറിയ പെരുന്നാൾ. അതല്ല, മറിച്ചാണെങ്കിൽ അടുത്ത ദിവസമായിരിക്കും പെരുന്നാൾ. നാളെ 30 നോൽമ്പും പൂർത്തിയാക്കി ഇസ്ലാം മതവിശ്വാസികൾ അടുത്ത ദിവസം ചെറിയ പെരുന്നാളിലേക്ക് കടക്കും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇസ്ലാം മതപ്രകാരം പറയുകയാണെങ്കിൽ 30 നോമ്പും പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക വിശ്വാസികളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അതുകൊണ്ട് തന്നെ ഇസ്ലാം മത വിശ്വാസികൾ പ്രധാനമായിട്ടും 30 നോമ്പും പൂർത്തിയാക്കണം എന്നുള്ളതാണ് മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുക. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ആരുടെയും കൈകളിലുള്ളതല്ല. ഒക്കെ പിന്നീട് കാലക്രമേണ വരേണ്ടതാണ്. അതായത് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ഖലീൽ ബുഖാരി തങ്ങൾ ചേരുന്നുണ്ട്. ഇന്നിപ്പം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നു. അപ്പം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനിയും ഏകദേശം അരമണിക്കൂറിലധികം ചന്ദ്രൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇപ്പം എങ്ങനെയാണ് ഇന്നത്തെ ഒരു അനുകൂല സാഹചര്യം കാണാനുള്ളൊരു സാധ്യത? ഇന്ന് കാഴ്ചയിൽ എല്ലാ നിലക്കും അനുകൂല സാഹചര്യമാണ്. കാരണം സൂര്യൻ അസ്തമിച്ച് 45 മിനിറ്റിലേറെ ചന്ദ്രൻ മാസപ്പിറവി കാണാനുള്ള സാധ്യതയുണ്ട്. അതിൽ കൂടുതലും സാധ്യത ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അഥവാ 6:40 സൂര്യൻ അസ്തമിച്ചാൽ 7 മണി തൊട്ട് 7:20 വരെയുള്ള ടൈമുകളിലാണ് കൂടുതൽ സാധ്യത. ഞങ്ങളിവിടെ ഒരു ടീം നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു ടീം നിസ്കരിക്കുക, നോമ്പ് തുറ. അത് കഴിയുമ്പോഴേക്ക് മറ്റൊരു ടീം നോക്കുക. അഥവാ നമ്മളിന്ന് ഏകദേശം കുറേ സമയം നോക്കുക, കണ്ടതിൻ്റെ ശേഷം തീരുമാനം പ്രഖ്യാപിക്കുക. കാണുമെന്നാണ് ഞങ്ങൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഞാൻ അല്പം സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ഒരു വിശ്വാസി എന്ന് പറയുന്നത് 30 നോമ്പും പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുക. അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും? ഇത് റംസാൻ ഒരു സുവർണാവസരമാണ്. ഒരു വർഷത്തിൽ അത്യപൂർവമായി കിട്ടുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടുതൽ കിട്ടിയെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് കാണുക. പെരുന്നാളായ അത് സന്തോഷം, ഒരു നോമ്പ് പൂർത്തീകരിച്ചാൽ അത് ഏറെ സന്തോഷം. എന്നതിലേറെ ഒരു ദുഃഖം ഒരിക്കലും ഇല്ല.
സ്മിത വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ കോർണിഷ് മസ്ജിദിന്റെ മുകളിൽ ഇബാന നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നായി കോളുകളൊക്കെ വരുന്നുണ്ട്. അത് സംബന്ധിച്ചൊന്നും ഇതുവരെ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഉസ്താദുമാർ, മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ കോർണിഷ് മസ്ജിദിന് മുകളിലുണ്ട്. വാഹന നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകൾ വരും മണിക്കൂറുകളിൽ ലഭിക്കും. ശരി ഷഹദ്, ഏതായാലും ഇന്ന് മാസപ്പിറവി കണ്ടാലും കണ്ടില്ലെങ്കിലും നാളെ 30 നാൾ പൂർത്തിയാക്കാനും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഏതായാലും വലിയ സന്തോഷത്തിലാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ് മാസപ്പിറവിക്കായി. ശവ്വാൽ മാസം പിറന്നാളിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമാകട്ടെ എന്തും ഷെയർ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു നല്ല മനസ്സ് അതുതന്നെയാകാം ഈ ഒരു മാസം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാന കാലത്തെ വ്യത്യസ്തമാക്കുന്നതും അത് മനോഹരമാക്കുന്നതും. നമുക്കിനി അജീഷ് ജയകുമാറാണ് ചേരുന്നത്. പാളയം പള്ളിയിൽ നിന്നാണ് അജീഷ് ചേരുന്നത്. അജീഷ്, തെക്കൻ ജില്ലകളിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവിടെ ഒരുപാട് പേർ വന്നെത്തിയിട്ടുണ്ടോ ഈ പാളയം പള്ളിയിൽ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? സ്മിത, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാളയം പള്ളിയിലാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി കൂടിയാണ് പാളയം പള്ളി. എല്ലാ കൊല്ലവും സമൂഹ ഈദ്ഗാഹ് നടക്കുന്നതും പാളയത്താണ്. അതിന് തൊട്ടടുത്ത് ചേർന്ന സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് നടക്കുന്നത്. സമയം മുമ്പാണ് നോമ്പ് തുറ കഴിഞ്ഞ ശേഷം വിശ്വാസികൾ ഇപ്പോൾ നിസ്കരിക്കാനായി പള്ളിക്കുള്ളിലേക്ക് കടന്നത്. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വിശ്വാസികൾ നാടും നഗരവും എല്ലാം പെരുന്നാളിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആത്മീയ ഉപാസനയുടെയും വ്രതശുദ്ധിയുടെയും ഊതിക്കാച്ചിയ മനസ്സങ്ങൾ ഇനി പെരുന്നാൾ സന്തോഷത്തിലേക്ക് കടക്കുകയാണ്. നാടും നഗരവും പെരുന്നാൾ കഴിഞ്ഞു. ഊഷ്മള സൗഹൃദങ്ങളുടെ പുതുക്കലിനൊപ്പം 1000 ഒത്തുചേരലുകളുടെ പെരുന്നാളിന് കൂടിയുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ഇന്ന് ചന്ദ്രപിറവി ദർശനം ആയിക്കഴിഞ്ഞാൽ നാളെ പെരുന്നാൾ ആഘോഷമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റന്നാളായിരിക്കും. റമദാൻ 30 ആചരിച്ച ശേഷം മറ്റന്നാളായിരിക്കും എന്തായാലും പെരുന്നാൾ ആഘോഷിക്കും. എന്തായാലും വിശ്വാസികൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു മാസം നീണ്ടു നിന്ന കഠിനവ്രതത്തിന്റെയും ത്യാഗത്തിന്റെയും ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു മാസമാണ് കടന്നു പോകുന്നത്. അതിന്റെ ഒരു സമാപ്തി കൂടിയാണ് ഇനി. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ഇപ്പോൾ പാളയം പള്ളിയിൽ നിസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, പാളയം പള്ളിയിൽ നിന്നുള്ള നിസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് പാണക്കാട് നിന്ന്. സമീർ, നേരത്തെ ഇമാം പറയുകയുണ്ടായി ഈ ഊഴമിട്ടാണ് ഇപ്പോൾ ബാങ്ക് വിളി ഉള്ളപ്പോൾ നിസ്കാര ചടങ്ങുകൾ തുടങ്ങിയാൽ ഒരു വിഭാഗം നിസ്കരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം മാസപ്പിറവി കാണുന്നുണ്ടോ, ചന്ദ്രനെ ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഊഴമിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ പെരുന്നാളിൻ്റെ നിസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അതിനുശേഷം മാസപ്പിറവി കണ്ടാൽ ഇന്ന് പ്രഖ്യാപിക്കും നാളെയാണ് പെരുന്നാൾ, ചെറിയ പെരുന്നാളെന്ന്. അല്ലെങ്കിൽ 30 ദിവസം പൂർത്തിയാക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താണ്? സ്മിത, ഞാനിപ്പോഴുള്ളത് പാണക്കാടാണ്. നിലവിൽ പാണക്കാട് തങ്ങളും ഒപ്പം തന്നെ മറ്റുള്ള കാസിമാരൊക്കെ തന്നെ ഇവിടെ നോമ്പ് തുറയുടെ ഭാഗമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജില്ലയിലെ വിവിധയിടങ്ങളിലൊക്കെ തന്നെ ഈ മാസപ്പിറവി വീക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ ആളുകളെ ഈ കാസിമാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ ഈ മഗ്രിബ് ബാങ്ക് വിളിച്ച് അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഏതാണ്ട് 45 മിനിറ്റോളം സമയമാണ് നിലവിൽ ഈ ശവ്വാൽ മാസപ്പിറവി കാണാനുള്ള ഒരു ദൈർഘ്യമായിട്ട് ഈ കാസിമാർ ഒപ്പം തന്നെ പണ്ഡിതന്മാരൊക്കെ തന്നെ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി, തിരുവങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാസിമാർ ആളുകളെ ചുമതലപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. ഇവർ മാസപ്പിറവി ദൃശ്യമാകുന്ന ഘട്ടത്തിൽ അത് പാണക്കാട് തങ്ങളെ അറിയിക്കും. തങ്ങൾ അത് കൃത്യമായി വെരിഫൈ ചെയ്ത് ഉടൻ തന്നെ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഈ മാസപ്പിറവി വീക്ഷിക്കുന്ന ആളുകൾക്കും പലവിധ പ്രത്യേകതകളുണ്ട്. ആരെങ്കിലും ഒക്കെ കണ്ട് അത് വിവരം അറിയിച്ചാൽ മാത്രം പോരാ, ഈ കാണുന്നവർ വിശ്വാസയോഗ്യമായ ആളായിരിക്കണം. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പ്രത്യേകതകളുള്ള ആളുകൾക്ക് മാത്രമേ മാസപ്പിറവി കണ്ട് ഇതിന് കൺഫർമേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെ നടത്തി വരികയാണ്. ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കും വിശ്വാസികൾ എല്ലാവരും തന്നെ. അതല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും പെരുന്നാൾ ആഘോഷിക്കുക. 30 നോമ്പ് പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കും ഇന്ന് മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ പെരുന്നാൾ ആഘോഷം എന്നുള്ളതാണ്. ഏതായാലും ഈ ഇത്തവണത്തെ റംസാൻ എന്നുള്ളത് വിശ്വാസികൾക്ക് വളരെ പ്രധാനമൊപ്പം തന്നെ വളരെ പരീക്ഷണം കൂടി നിറഞ്ഞ ഒരു കൂടിയായിരുന്നു. കാരണം വലിയ ചൂടേറി ചുട്ടുപൊള്ളുന്ന വെയിലും ചൂടിലുമാണ് നിലവിൽ വിശ്വാസികൾ കഠിന വ്രതമെടുത്ത് ഈ റംസാൻ എന്നുള്ള ഈ ഒരു മാസത്തെ അവർ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഭംഗിയാക്കി അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. പല വിധങ്ങളിലുള്ള ഇഫ്താർ വിരുന്നുകൾ നമുക്ക് സാക്ഷിയാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് വിവിധ
ആരോരുമില്ലാത്തവർക്കൊക്കെ തന്നെ പലരും ഭക്ഷണം നൽകുന്ന ഇഫ്താർ, ഒപ്പം തന്നെ ഈ റംസാൻ 27 രാവിന്റെ ഒരു പവിത്രത, അതോടൊപ്പം തന്നെ ഈ ബദർ ദിനം, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പവിത്രമായ ദിനങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ റംസാൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഓടുകൂടി റംസാൻ പൂർത്തിയാകും. പിന്നീട് പെരുന്നാൾ എന്നുള്ള ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടക്കുക. പണ്ഡിതരൊക്കെ തന്നെ പറയുന്നത് ഈ പുണ്യ മാസത്തിൽ, റംസാൻ മാസത്തിൽ നമ്മൾ അല്ലെങ്കിൽ വിശ്വാസികൾ കൈവരിച്ചിരിക്കുന്ന ഈ ആത്മശുദ്ധി റംസാൻ കഴിഞ്ഞും തുടർന്ന് പോരണമെന്നുള്ളതാണ് പണ്ഡിതരൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് റംസാൻ കാലത്ത് വിശ്വാസികൾ ആരാധന കൂടുതലായിട്ട് തന്നെ വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം, നമസ്കാരങ്ങൾ, പ്രത്യേക നിസ്കാരങ്ങൾ, പ്രത്യേക പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിശ്വാസപരമായ ചടങ്ങുകളും തെറ്റുകളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിന്നുകൊണ്ടുമായിരുന്നു ഈ റംസാൻ കാലത്തെ അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലത്തോളം വിശ്വാസികൾ ജീവിച്ചു പ്രവർത്തിച്ചു പോന്നിരുന്നത്. അത് റംസാൻ കഴിഞ്ഞാലും അത് അല്ലെങ്കിൽ അത് സൂക്ഷിക്കണം എന്നുള്ളതാണ് വിശ്വാസികളൊപ്പം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇനി 45 മിനിറ്റോളം സമയമാണ് നിലവിൽ ഈ മാസപ്പിറവിക്കായുള്ളത്. ഈ മാസപ്പിറവി ദൃശ്യമായാൽ, ചൊവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ നാളെ പെരുന്നാളായിരിക്കും, അതല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും പെരുന്നാൾ. ഏതായാലും ഇവിടെ സജ്ജീകരണങ്ങൾ തന്നെ ഉണ്ട്. സ്മിത. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി ചേർന്നത് പാണക്കാട് നിന്ന്. ഇനി അഭിജിത്തിലേക്ക് പോകുന്നു. അഭിജിത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ബാങ്ക് മുഴക്കി കഴിഞ്ഞു, അതിനുശേഷം നോമ്പുതുറ പരിപാടികളുമായിട്ട് വിശ്വാസികൾ പോകുന്നു, ഒപ്പം നിസ്കരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മാസപ്പിറവി കാണുന്നുണ്ടോ എന്ന് ഒരു വിഭാഗം ആളുകൾ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെ ചെറിയ പെരുന്നാളാകും, അല്ലെങ്കിൽ നാളെ കൂടി പൂർത്തിയാക്കി നോമ്പ് പൂർത്തിയാക്കിയതിനു ശേഷം മറ്റന്നാളാകും കേരളത്തിൽ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉണ്ടാവുക. അവിടെ ഒരുപാട് പേർ വിശ്വാസികൾ എത്തിയിട്ടുണ്ടോ? അഭിജിത്ത് എവിടെയാണ് നിൽക്കുന്നത്? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് കാപ്പാട് കടപ്പുറത്താണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഈ മാസപ്പിറവി ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇലാഹ് സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് കാപ്പാട് കടപ്പുറത്ത് വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിശ്വാസികൾ പറയുന്നതനുസരിച്ച് ഇന്ന് തന്നെ ഈ ചന്ദ്രനെ കണ്ട് മാസപ്പിറവി ദർശിച്ച് അവർ നാളെ ചെറിയ പെരുന്നാൾ ആചരിക്കാനുള്ള ആ ഒരു സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. അതിനായുള്ള പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികളുള്ളത്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് കൂടി തന്നെ ചോദിക്കാം, വിശ്വാസികളോട് ചോദിക്കാം, ഏത് രീതിയിലാണ് ഇവിടെയുള്ള ക്രമീകരണങ്ങൾ? വലിയ ഒരു തയ്യാറെടുപ്പാണോ ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? ഞങ്ങൾ കേരള ഹിലാൽ കമ്മിറ്റിയുടെ പ്രതിനിധികളാണ്. നമ്മുടെ സേവന വിഭാഗമാണ് ഇലാഫ്. അവരുടെ നേതൃത്വത്തിൽ സാധാരണ മാസപ്പിറവി ദർശിക്കാൻ കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നുള്ള നിലക്കാണ് കാപ്പാട് ബീച്ചിലെത്തിയിട്ടുള്ളത്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനി 41 മിനിറ്റ് ശാസ്ത്രീയ കണക്ക് പ്രകാരം 41 മിനിറ്റ് ചന്ദ്രൻ ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അതനുസരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 41 മിനിറ്റ് ഉള്ളതുകൊണ്ട് തീർച്ചയായും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാന് വിവരം കൊടുക്കുകയും അവരാണ് പിന്നീട് മറ്റു കാര്യങ്ങൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്താണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.